റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വസതിക്ക് നേരെയുണ്ടായ യുക്രൈന്റെ ആക്രമണത്തെ അപലപിച്ച യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി തീർത്തും അനവസരത്തിലെന്നും ട്രംപ് പറഞ്ഞു. ആക്രമണം നടത്തി പുടിൻ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഇന്നലെയാണ് പുടിന്റെ നോവ്ഗോറോഡ് മേഖലയിൽ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. Yeah, I don't like it. It's not good. I heard about it this morning. You know who told me about it? President Putin told me about it. Early in the morning, he said he was attacked. It's no good. It's no good. Don't forget, the Tomahawks. I stopped the Tomahawks. I didn't want that. Because we're talking about, it's a delicate period of time. This is not the right time. It's one thing to be offensive, because they were offensive. It's another thing to attack his house. It's not the right time to do any of that, and can't do it. And I learned about it from President Putin today. I was very angry about it. നൽകാനായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വസതിക്ക് നേരെയുണ്ടായ യുക്രൈൻ അക്രമത്തെ അപലപിച്ചപ്പോൾ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി ഐസൺ. അഞ്ജന, ശക്തമായ ഭാഷയിലാണ് ഈ നടപടി. അതല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ട്രംപിന്റെ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. തീർത്തും അനവസരത്തിലാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും മാത്രമല്ല, നേരത്തെ നമുക്കറിയാവുന്നതാണ്, യുക്രൈന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ടൊമഹോക്ക് മിസൈലുകൾ, അതായത് വലിയ റേഞ്ചുള്ള ദീർഘദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ടൊമഹോക്ക് മിസൈലുകൾ നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ അമേരിക്ക സൂചന നൽകിയിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ധാരണകളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം റഷ്യൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് അത് ഫോണിൽ വിളിച്ച് അറിയിച്ചു എന്നും ട്രംപ് അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ 2 ദിവസങ്ങളായി, അതായത് 28, 29 തീയതികളിലായി വലിയ തോതിൽ ആക്രമണം നടന്നു. 91 ഡ്രോണുകൾ, അതിശക്തമായ ഡ്രോണുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇന്നലെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവ് തന്നെയാണ് ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തത്. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് പിന്നാലെയാണ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചത് പുടിൻ എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ടൊമഹോക്ക് മിസൈലുകൾ നൽകുന്ന ആ കരാർ നടപടികൾ നിർത്തിവെച്ചു എന്നും ട്രംപ് അറിയിച്ചിരിക്കുന്നത്. തീർത്തും അനവസരത്തിലായ നീക്കത്തിനെതിരെ ശക്തമായി അപലപിക്കുകയും ഇക്കാര്യത്തിൽ പുടിൻ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു കടുത്ത തിരിച്ചടി യുക്രൈന് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്നുള്ള ഒരു സൂചന തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന മറുപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് നടന്നത്. ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്ന ഒരു നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യം അതിരൂക്ഷമായി മാറിയിരിക്കുന്നു. ഇന്നലെ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച ഫ്ലോറിഡയിൽ നടത്തിയതിനു ശേഷം സമാധാനത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും, അല്ലെങ്കിൽ യുക്രൈന്റേതെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. തീർത്തും ഈ യുക്രൈൻ റഷ്യ സംഘർഷം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അഞ്ജന. ശരി ഐസൺ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി നൽകേണ്ടതുണ്ട്.